മുറുക്കി പിടിച്ചോണേ, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനങ്ങ് മേളിലോട്ട് പോവും. പണ്ടാണെങ്കിൽ മറ്റേ കമൻറ്റുകൾ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പം പ്രാക്ക് വീട്ടിൽ നിന്നും ഉണ്ട്. അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ എന്നെ 1 വയസ്സുള്ളപ്പോൾ വിട്ടിട്ട് പോയതാണ്, എന്നെ അല്ല എൻ്റെ ഫാമിലിനെ. അതിനുശേഷം എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. ഇവൻ പറയുന്ന ഒന്നും അല്ല ശരി എന്നാണ് അവൻ പറയുന്നത്. എന്തായാലും നീ ഈ വീഡിയോ കണ്ടാലും നീ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം നിനക്ക് വലിയ വലിയ ആശാന്മാരുടെ വീഡിയോകൾ നീ റിയാക്ട് ചെയ്യത്തുള്ളൂ. നിനക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ നീ 100K മേലുള്ള ആൾക്കാരെ നീ റിയാക്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ നീ ചങ്കൂറ്റുള്ളവനാണെങ്കിൽ, നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറ. ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോൾ ഇവൻ എന്താ പറ്റിയത്? സാധാരണ ഇവൻ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെയും ഒക്കെയാണ് ചീത്ത പറയുന്നത്, അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ പ്രാക്ക് വീട്ടിൽ നിന്ന് ഉണ്ടെന്ന് പറയുമ്പോൾ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവുമോ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് ഇവൻ്റെ വേറൊരു വീഡിയോ കണ്ടത്. ആ വീഡിയോയിൽ ഇവൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് ഇന്ന് നമ്മുടെ സബ്ജക്റ്റ്. സ്വന്തം അമ്മേനെക്കുറിച്ചും സ്വന്തം പെങ്ങളെക്കുറിച്ചും ഈ മഹാനുഭാവൻ പറയുന്നൊരു കാര്യം. ആ വിഷയത്തിലേക്കാണ് നമുക്ക് ഇന്ന് ഒന്ന് എത്തി നോക്കേണ്ടത്. എന്തായാലും നമ്മൾ റിയാക്ഷൻ വ്ളോഗേഴ്സ് എല്ലാം മറ്റുള്ളവരുടെ കുടുംബജീവിതത്തിലേക്ക് എത്തി നോക്കുന്നതാണല്ലോ പറയുന്നത്. അല്ലാണ്ട് അവരുടെ കുടുംബജീവിതത്തിൽ ഏടുകൾ ചീന്തിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കൊണ്ടല്ല റിയാക്ഷൻ വ്ളോഗേഴ്സ് റിയാക്ട് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ കുടുംബത്തിനകത്തേക്ക് എത്തി നോക്കി അവിടുത്തെ ഈ പറയുന്ന ഏടുകൾ ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണ് എന്നാണ് ഒരു വൈപ്പ്. അപ്പോൾ എന്തായാലും ഇവൻ്റെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് എത്തി നോക്കാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഓടിച്ചാടി വന്ന് വീഡിയോ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. പ്രശ്നേഷ്. ഞാൻ ഇതുവരെയും ഇവനെ പ്രശ്നേഷ് എന്ന് വിളിച്ചിട്ടില്ല. പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്നാണ് ഇവൻ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോയിലും ഞാൻ ഈ പേര് സംസാരിച്ചിട്ടില്ല. ഞാൻ രോഹിത് എന്ന് പറഞ്ഞ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന് ഞാൻ പറയുന്നത് ചോദിച്ചാൽ ഇവനൊരു പ്രശ്നക്കാരൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എവിടെയും എന്തിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരുത്തൻ. ചക്കിക്കൊത്ത ചങ്കരനെ പോലെ ഒരു ഭാര്യ എന്നെ അവന് കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ ഒപ്പം നടന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പെൺകുട്ടി. ഇതെന്നെ കൊണ്ട് നീ പറയിപ്പിച്ചതാണ്. ഒരു 3 വർഷം മുൻപ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ സർവീസിന് വേണ്ടി. ഇവരുടെ സർവീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഫേം. എനിക്ക് ആ സമയത്ത് ഇവൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ഫാമിലി ആയിട്ട് തന്നെ ഒരുമിച്ച് നിന്നിട്ട് ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തു. അതിൽ വാട്ടർ ടാങ്ക് ക്ലീനിങ്ങും അതുപോലെ വീടിൻ്റെയൊക്കെ പരിസരം ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ്. അതിൻ്റെ വീഡിയോ എടുത്ത് ഇവൻ അവൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇത് കാണാൻ തന്നെ ഇവൻ്റെ സംസാരം കേൾക്കാൻ തന്നെ ഒരു രസമായിരുന്നു. അന്ന് ഇവന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നു, ഒരുപാട് ആൾക്കാർ ഇവനെ ഫോളോ ചെയ്യുന്നു, ഇവൻ്റെ പ്രവർത്തികളെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അന്നൊക്കെ ഇവൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു രസം ഉണ്ടായിരുന്നു, ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പെട്ടെന്ന് ഇവൻ്റെ ഒരു കല്യാണം കഴിക്കുന്നു. 10 വർഷത്തോളം സ്നേഹിച്ചൊരു കുട്ടിയെ തന്നെ അവൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം ഇവന്റെ വീഡിയോകളിൽ കുറെ മാറ്റങ്ങൾ വരുന്നു. പിന്നെ ഇവന്റെ വീഡിയോകൾ കാണുന്നത് ക്ലീനിങ് സർവീസിന്റെ വീഡിയോകളല്ല. ഇവൻ ഹണിമൂണിന് പോയ ഹോട്ടലിലെ പ്രശ്നം, അവിടെ ട്യൂബ് ലൈറ്റിന് മേളിൽ വരെ പൊടിയിരിക്കുന്ന പ്രശ്നം, അതുപോലെ പിന്നെ അങ്ങോട്ടുള്ള വീഡിയോകൾ മുഴുവൻ നാട്ടിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കലായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ അവൻ ചെയ്ത കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പം ബീച്ചുകളിൽ പോയിട്ട്, ഇപ്പോൾ ആലപ്പുഴ ബീച്ച് ആയിക്കോട്ടെ, കോഴിക്കോട് ബീച്ച് ആയിക്കോട്ടെ, അവിടെയൊക്കെ പോയിട്ട് ഡ്രഗ്സ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുന്ന സിറിഞ്ചൊക്കെ ഇവൻ ക്ലീൻ ചെയ്ത്, അവിടെ നിന്നെടുത്ത് മാറ്റി ആ ഒരു ബീച്ച് ഏരിയയൊക്കെ ക്ലീൻ ചെയ്യുന്ന കുറേ നല്ല വീഡിയോകൾ, അതുപോലെ തന്നെ നാട്ടിലുള്ള കുറേ കാനകൾ ക്ലീൻ ചെയ്യുന്ന ഇവരുടെ ഒരു ക്യാമ്പയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല കാര്യങ്ങളായിരുന്നു. അതിനെല്ലാം അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത്. എന്തിനാണ് ഇവൻ്റെ പിന്നാലെ ആൾക്കാർ നടന്ന് ഇങ്ങനെ കുറ്റം പറയുന്നത്? അവൻ്റെ കാര്യങ്ങൾ ചെയ്ത് പോട്ടെ, പിന്നെ അവൻ്റെ ഒരു കണ്ടന്റിന് വേണ്ടിയായിരിക്കും ഈ പറയുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവൻ്റെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. പക്ഷേ ഇവൻ്റെ ഇന്നലെ വന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇവർ എത്ര തെണ്ടിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കും. ഇവർ പ്ലാൻ ചെയ്ത് അടുത്തൊരു ഫോർച്യൂണർ ഇറക്കാൻ വേണ്ടിയാണോ എന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ട വിഷയം. ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഫോർച്യൂണറിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന പരിപാടി അതാണല്ലോ. 2 പേര് കുടുംബത്തിനകത്തുണ്ടെങ്കിൽ 2 പേരും തമ്മിൽ അങ്ങോട്ട് അടിയുണ്ടാക്കുന്നു. ഇറങ്ങിപ്പോകുന്ന ആൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 2-3 മാസം ചറപറ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ഇടുന്നു. ഞാൻ അവന് പണ്ട് അങ്ങനെ നോക്കിയതാണ്, ഞാൻ അവളെ പണ്ട് ഇങ്ങനെ നോക്കിയതാണ്. ഈ വീഡിയോകളെല്ലാം പാവപ്പെട്ട സബ്സ്ക്രൈബേഴ്സ്, ഈ സബ്സ്ക്രൈബേഴ്സ് രണ്ട് ശരിയായിട്ട് തിരിയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റുകളിലൂടെ അങ്ങോട്ടും അടിയുണ്ടാവുന്നു. ഒടുവിൽ ഒരു സുപ്രഭാതത്തിൽ ഇതിലൊരാൾ ഒരു വലിയ വാഹനത്തിൽ വന്നിറങ്ങുന്നു. ഇതെല്ലാം യൂട്യൂബിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ടുണ്ടാക്കിയാണെന്നും പറഞ്ഞു. ഇതാണല്ലോ നമ്മൾ കണ്ടുവരുന്നൊരു ട്രെൻഡ്. അപ്പോൾ ഇവരും അതിനു വേണ്ടിയാണോ എന്ന് ഇന്നലെ ഇവൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി. ആ സംശയം തന്നെയാണ് ഇവൻ്റെ ഇൻസ്റ്റഗ്രാമിലെ കമൻറ്റ് ബോക്സിൽ നിറച്ചു. ഏറ്റവും കൂടുതൽ കമൻറ്റുകളും അത് തന്നെയാണ്. ഇവൻ ഈ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുമില്ല, ഞാൻ കണ്ടില്ല. ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്തുള്ള ഭൂരിഭാഗം കമൻറ്റും അടുത്ത വണ്ടിക്കുള്ള തയ്യാറെടുപ്പാണോ. ഇവൻ്റെ ഒരു ബിസിനസ്സുകാരനാണ്. ഇവൻ്റെ മൈൻഡ് ഒരു ബിസിനസ് മൈൻഡാണ്. അതുകൊണ്ട് തന്നെ ഇനി ആരിവനെ തെറി പറഞ്ഞാലും ഇവനൊരു വിഷയമേ അല്ല. ഇവന് വലുത് കാശാണ്. ആ കാശിന് വേണ്ടി അവൻ ആരെയും ഞാൻ ആ വാക്ക് പറയുന്നില്ല. അതാണ് ഇവൻ്റെ ഒരു രീതി. ഇപ്പോൾ ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ്റെ അമ്മയും പെങ്ങളും കൂടി ഇവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. ആ പെങ്ങളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അമ്മേനെയും പെങ്ങളെയും ഇവനിപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങ് ഇട്ട് കൊടുത്തേക്കാണ്. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ,
എനിക്കൊരു പ്രശ്നമില്ലാന്ന രീതിയിൽ. ആ പെങ്ങളെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തുണ്ടെങ്കിൽ ചെവിക്കൽ നോക്കി ഒരെണ്ണം പൊട്ടിക്കും. അതുപോലെയാണ് പെങ്ങൾ നടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചില വാക്കുകൾ നമുക്ക് പറയാൻ പറ്റില്ല, അത് അശ്ലീലമായി പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അമ്മാതിരി ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവൻ്റെ ചാനലിൽ ഇവൻ്റെ അമ്മേനെയും പെങ്ങളെയും കാണുന്നില്ല. ഇവൻ്റെ വൈഫും ഇവനും മാത്രമാണ് വീഡിയോകൾ ചെയ്യുന്നത്. കൂടുതലും ഇവർ ട്രിപ്പുകളിലാണ്. ആ ട്രിപ്പുകളിൽ പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണുന്നു അതെല്ലാം പ്രശ്നങ്ങളാണ് ഇവർക്ക്. അതെല്ലാം എടുത്ത് ഡോക്യുമെന്റ് ചെയ്യുന്നു. അവൻ്റെ ഭാഷയിൽ ഞാൻ എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഡോക്യുമെന്റേഷനൊക്കെ നമുക്ക് കാണാറുണ്ടായിരുന്നു. സോ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയും പെങ്ങളും കൂടി ആളെ വെച്ച് ഇവനെ തല്ലി വീട്ടിൽ നിന്ന് പുറത്താക്കി ഇവൻ്റെ വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിക്കാൻ നോക്കി ഇതൊക്കെ പറയുന്നത്. നമുക്ക് എന്തായാലും ഇവൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച് അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നപ്പോൾ 7.5 മാസമായപ്പോൾ ഇവനെ ചവിട്ടി പുറത്തിറക്കി എന്നാണ് ഇവൻ പറയുന്നത്. അതായത് അവൻ്റെ അച്ഛൻ്റെ ക്രൂരതയാണ് അവനെടുത്ത് പറയുന്നത്. അത്രയും ക്രൂരത അനുഭവിച്ച അവൻ്റെ അമ്മയെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല ഇത് പറഞ്ഞപ്പോൾ. എത്രമാത്രം വേദന സഹിച്ചായിരിക്കും ആ അമ്മ ഇവന്റെ പെങ്ങളെ വളർത്തിയത്. അവരൊരു സിംഗിൾ പാരന്റ് ആയിരുന്നു, അവർ വേറെ കല്യാണവും കഴിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ മുഴു കുടിയനായിരുന്നു. ഇതൊക്കെ ഇവരുടെ പഴയ വീഡിയോകളിൽ പറയുന്നത്. അച്ഛൻ മുഴു കുടിയനായിരുന്നു, അച്ഛൻ അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതെല്ലാം ഇവരുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു പരിധിവരെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് ഇവനോടും ഇവൻ്റെ ഫാമിലിയോടും സപ്പോർട്ട് അല്ലെങ്കിൽ സിമ്പതി തോന്നാനുള്ള റീസൺ അതാണ്. അത്രയും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയ ഒരു അമ്മ, ആ അമ്മയുടെ മനസ്സ് മനസ്സിലാക്കി ആ അമ്മയ്ക്കും അനീതിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മകൻ, അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെ സപ്പോർട്ട് ചെയ്യും എന്ന് തോന്നിയിട്ടാണ് ഇത്രയധികം ജനങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതേ അമ്മയെക്കുറിച്ചാണ് ഈ മോൻ ഇനി പറയാൻ പോകുന്നത്. മുഴുകുടിയനായ അച്ഛന് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒരു ദിവസം കൊണ്ട് അവൻ്റെ അമ്മ ചെയ്തു എന്നാണ് അവൻ പറയുന്നത്. എന്താണ് അമ്മ ചെയ്തത്, അതാണ് നമുക്ക് ഇനി കാണാനുള്ളത്. കണ്ടു നോക്കാം. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. ഇനി പെങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവന്റെ കൂടെ ആ കുട്ടി ജോലിക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറായി. ആ തയ്യാറാവാൻ പോയ സമയത്ത് ഇവൻ പറഞ്ഞു, ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ആക്റ്റീവ് ആവണം, എങ്ങനെയാണ് കണ്ടന്റ് ചെയ്യേണ്ടത്, വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവൻ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ ആ കുട്ടി ഇവന്റെ കൂടെ ഇറങ്ങാൻ തയ്യാറായി. ആ കുട്ടിയും ഒരുമിച്ചുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഇവർ ദൂര സ്ഥലങ്ങളിൽ പോലും പോയിട്ട് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന, വാട്ടർ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം അനിയത്തിയും ചേട്ടനും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതെല്ലാം കണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. പക്ഷേ ആ പെങ്ങളെ കുറിച്ച് ഈ പുന്നാരമോൻ ഇപ്പൊ പറയാൻ പോകുന്നത് എന്താണെന്ന് കേട്ടു നോക്കും. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക. നിങ്ങൾ കേട്ടല്ലോ, ഒന്ന് ആലോചിക്കുക. ആ കുട്ടിയുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ ക്യാരക്ടറിനെയാണ് ഇവൻ അസാസിനേറ്റ് ചെയ്തിരിക്കുന്നത്. സ്വന്തം പെങ്ങളുടെ സ്വഭാവത്തെയാണ് ഇവൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്ത് വൃത്തികേടാണ് അവൻ പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക. നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും നമ്മളെ പെങ്ങളെ കുറിച്ച് ഇങ്ങനെ പബ്ലിക്കായിട്ട്? ഇൻ കേസ് ഇവന്റെ പെങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ആ കുട്ടിയോടോ അല്ലെങ്കിൽ അവളുടെ അമ്മയോടോ സംസാരിക്കേണ്ട കാര്യം അതൊരു പ്രശ്നമായി മാറിയപ്പോൾ പബ്ലിക്കിൽ വന്ന് പറയാൻ ഇവൻ എത്ര നാണമുണ്ട്, എത്ര ഉളുപ്പുണ്ട് ഇവനൊരു ഞാൻ പറയാൻ കാരണം അതാണ്. രോഹിത് എന്ന് വിളിച്ച് നാവ് കൊണ്ട് ഇവൻ പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന് വിളിക്കാൻ കാരണം അതാണ്. സ്വന്തം അമ്മയും പെങ്ങളെയും സോഷ്യൽ മീഡിയയ്ക്ക് വലിച്ചു കയറാൻ ഇട്ട് കൊടുക്കുന്ന ഒരു, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ തോന്നുന്നുള്ളൂ. ഇനി ആ വാക്ക് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാരണം അമ്മാതിരി തെണ്ടിത്തരമാണ് ഇവൻ പറയുന്നത്. സ്വന്തം അമ്മേനെയും പെങ്ങളെയും കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം വരും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എന്റെ അച്ഛൻ എന്നെ 1 വയസ്സുള്ളപ്പോൾ വിട്ടിട്ട് പോയതാണ്, എന്നെ അല്ല എന്റെ ഫാമിലിനെ. അതിനുശേഷം എന്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. പിന്നെ എന്റെ അച്ഛൻ തിരിച്ചു പറഞ്ഞ് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് 9 വയസ്സുള്ളപ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എല്ലാവരുടെ ഫാമിലിയിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. എന്ന് കരുതിയിട്ട് അമ്മേനെയും പെങ്ങളെയും അല്ലെങ്കിൽ അമ്മേനെയും ആങ്ങളെയൊക്കെ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കണം വേണ്ടത്? കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിൽക്കണം, എന്ത് പ്രശ്നമായിക്കോട്ടെ. അപ്പൊ ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവനൊരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സീരിയസ്ലി സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. അതൊരു സത്യമാണ്. കാരണം ഇവന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇവൻ വളരെ മാന്യമായിട്ട് ഇവന്റെ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവൻ കല്യാണം കഴിഞ്ഞ അടുത്ത മൊമെന്റ് മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ ഇവൻ ചെയ്യുന്ന വീഡിയോകൾ എന്ന് പറയുന്നത് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അത് ഡോക്യുമെന്റ് ചെയ്യുക. അതാണ് ഇവന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഇവൻ മാത്രമല്ല ഇവന്റെ വൈഫിന്റെ ഹോബി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലും അതിന്റെ ഒരു ഭാഗമാണോ എന്ന് സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം സ്വന്തം അമ്മേനെയും പെങ്ങളെ വരെ കണ്ടന്റ് ആക്കുന്ന മോനാണ്. ഇവനെയൊക്കെ എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പക്ഷേ ചെയ്തു വരുമ്പോൾ എന്താ റിയാക്ഷൻ വ്ളോഗേഴ്സിന്റെ കുറ്റം? അവർ മറ്റവരുടെ കണ്ടന്റ് എടുത്ത് ജീവിക്കുന്നു. ഇതൊക്കെ കണ്ട എങ്ങനെ പറയാതിരിക്കും? എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു.
പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും കുട്ടികളും കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. നിന്റെ ഭാര്യ വരെ വിട്ടിട്ട് പോണം മോനെ, എങ്കിലും നീ മനസ്സിലാക്കുള്ളൂ നിന്റെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത്. ഞാൻ ഇതുവരെ ഒരാളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നീ നിന്റെ അമ്മേനെയും പെങ്ങളെയും വരെ കണ്ടന്റാക്കി വിൽക്കാൻ നോക്കുന്നവരാണ്. നിന്റെ അമ്മയും പെങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ബാക്കി പിന്നാലെ വരും. ഇവിടെ നീ നിന്റെ കാർ അവർ അടിച്ചു പൊടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞു. അടിച്ചു പൊടിക്കാൻ നോക്കുമ്പോൾ എന്തെങ്കിലും പരിക്ക് തന്നെ ഉണ്ടാവണമല്ലോ. ആ പരിക്ക് കാണിക്ക്. നിന്നെ അവർ തല്ലി ഇറക്കാൻ നോക്കിയെന്ന് പറഞ്ഞു. നിന്റെ പുറത്ത് എവിടെയെങ്കിലും പരിക്കുണ്ടാവണമല്ലോ. ആ പരിക്ക് നീ കാണിക്കും. അതൊക്കെ നീ കാണിക്കും. നീ എല്ലാത്തിനും ഡോക്യുമെന്റ് ചെയ്യുന്നവനല്ലേ. നീ തെളിവ് വെച്ച് സംസാരിക്കും. അതാണ് നീ ചെയ്യേണ്ടത്. എല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നവൻ എന്തുകൊണ്ടാണ് അടിച്ച സംഭവങ്ങൾ ഡോക്യുമെന്റ് ചെയ്തില്ല? നിന്റെ വൈഫിന്റെ വീഡിയോ എടുക്കാത്തത് തല്ലിയപ്പോൾ, അല്ലെങ്കിൽ നീ എന്താ വീഡിയോ എടുക്കാത്തത്? എല്ലാം ഡോക്യുമെന്റ് ചെയ്തവനല്ലേ, എന്താ വീഡിയോ എടുക്കാത്തത്? അപ്പോൾ ഈ വാ കൊണ്ട് കൊണയടിച്ചിട്ട് കാര്യമില്ല. നിന്നെ വിശ്വസിക്കണമെങ്കിൽ നീ ആ തെളിവ് കൊണ്ടുപോവാ. നിന്റെ അമ്മയും നിന്റെ പെങ്ങളും നിന്നെ തല്ലി ഇറക്കിയെങ്കിൽ ആ അമ്മേനെ കണ്ട് നിങ്ങളെല്ലാവരും അവൻ്റെ അമ്മേനെ കണ്ടിട്ടുണ്ടാവും. ആ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ തോന്നും അവർ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന്? എടാ, നിന്റെ നാവ് കൊണ്ട് നീ എത്രയോ പ്രാവശ്യം ആ അമ്മേനെ സ്നേഹത്തോടെ അമ്മ എന്ന് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് വീഡിയോകളിൽ. കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ആ അമ്മേനെ കുറിച്ച് നീ പച്ച അവരാന്ന് വിളിച്ച് പറയുന്നത്. നിനക്ക് എത്ര ഉളുപ്പുണ്ട്? ഇനി ഇവൻ്റെ പെങ്ങളെ ജോലിക്ക് ഇറക്കിയ ഒരു കഥയുണ്ട്. ആദ്യത്തെ വീഡിയോ എത്ര സന്തോഷത്തോടെയാണ് ആ പെങ്ങൾ ആ വർക്ക് ചെയ്യുന്നത്. എന്തിനാ നീ പറയുന്നത് ആ കുട്ടി പണിയെടുക്കുന്നില്ല എന്നല്ലേ? നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ക്ലീനിങ് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിലെ ആദ്യത്തെ വാട്ടർ ടാങ്ക് ചിഞ്ചു നല്ല പക്കയായിട്ട് ഡീപ് ക്ലീൻ ആക്കിയിട്ട് സാഹസികമായിട്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ ഒഴിക്കുന്നു. നിന്റെ കല്യാണത്തിന് മുൻപ് ഇങ്ങനെ നിന്റെ കൂടെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിന്റെ വണ്ടിയുടെ പുറകിരുന്ന് വന്ന ഈ പെൺകുട്ടിയെക്കുറിച്ചാണ് നീ കുറച്ച് മുന്നേ പച്ച അപരാധം പറഞ്ഞത്. എന്താ പറഞ്ഞ്? ഒരു പണിയും ഇല്ലാതെ കുത്തിയിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൺപിള്ളേരെ ബോയ്സിനെ ഫോൺ ചെയ്ത് കളിക്കുന്നു എന്ന് നീ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞത്. എൻ്റെ പൊന്നു മോനെ, നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. വലിയ അച്ഛനും വലിയച്ഛനും കൂടി ഇരുന്ന് കള്ളു കുടിക്കുന്നതും കുടിച്ചിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നതൊക്കെ കുട്ടിക്കാലത്തെ സ്ഥിരം കാഴ്ചകളായിരുന്നു. അങ്ങനെ മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലും കുതിരപ്പന്തി പാർട്ടി ഓഫീസിന് മുന്നിലും ഒക്കെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടി ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ്. ഒരു ദിവസം അലക്കിട്ടുന്ന തുണി എടുത്തുകൊണ്ടിരുന്ന അമ്മയുടെ കൈയച്ഛൻ പണിയായുധം വെച്ച് തല്ലി ഒടിച്ചത് എന്റെ കൺമുന്നിൽ വെച്ചായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടുണ്ടായ അച്ഛന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിലൊന്നും നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അമ്മ അവിടെ ഇരുന്ന് പോവുകയാണ് ഉണ്ടായത്. കളിയും ചിരിയായിട്ട് സന്തോഷത്തോടെ കടന്നുകൊണ്ട് കുട്ടികളെ എന്റെ ലൈഫിൽ കടന്നുപോയത് ഇതുപോലെയുള്ള ഭയാനകമായ ഓർമ്മകളിലൂടെയാണ്. കള്ളുകൂടി എന്നുള്ള പ്രക്രിയയെ അന്ധമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖജനാവ് നിറയ്ക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നെ പോലുള്ള കള്ളുകൂടിയന്മാരുടെ മക്കളുടെ കണ്ണീരിനൊന്നും വലിയ വിലയില്ലെന്ന്. പണവും പവറും ഇല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടിൽ സ്വന്തം ഭർത്താവിന്റെ കൊടും ക്രൂരതകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ. ഒരു ചെറിയ നിന്റെ അമ്മയാണ് നിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ടാണ് നീ പറഞ്ഞത് നിന്റെ അമ്മ നിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അടിച്ചു ഓടിച്ചു ഗുണ്ടകളെയും ഗുണ്ടികളെയും വെച്ചിട്ട് അല്ലേ? നിന്റെ അയൽക്കാരായിട്ടുള്ള ആൾക്കാർ നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നീ എത്ര മാത്രം മോശക്കാരനാണെന്നുള്ളത് ആ നാട്ടുകാർക്ക് മനസ്സിലായിട്ടാണ്. ഇവൻ്റെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ഒരു വിഘ്നേഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ അവൻ കുറച്ച് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആ കുട്ടിക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ അവനത് വ്യക്തമായിട്ട് തുറന്നു പറയുന്നില്ല. ഇവൻ പറയുന്ന ഒന്നും അല്ല ശരിയെന്നാണ് അവൻ പറയുന്നത്. അവൻ പറയുന്ന ഇവൻ്റെ ഫാമിലി കാര്യങ്ങൾ ഞാൻ എന്തിനാണ് പുറത്ത് സംസാരിക്കുന്നത് എന്നാണ് ആ പയ്യൻ ചോദിക്കുന്നത്. ഇവൻ വെറുതെ പറഞ്ഞിരിക്കുന്ന ഒരു കഥ മാത്രമാണിത്. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യുന്ന പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന രോഹിത്, നീ എന്തുകൊണ്ട് നിൻ്റെ അമ്മയും പെങ്ങളും ആൾക്കാർ വെച്ച് നിന്നെ തല്ലാൻ ശ്രമിച്ചപ്പോൾ, തല്ലി ഇറക്കാൻ ശ്രമിച്ചപ്പോൾ അത് നീ വീഡിയോ എടുത്തില്ല? നീയോ നിൻ്റെ ഭാര്യയോ എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല? എന്തായാലും നീ ഈ വീഡിയോ കണ്ടാലും നീ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം നിനക്ക് വലിയ വലിയ ആശാന്മാരുടെ വീഡിയോകളെ നീ റിയാക്ട് ചെയ്യത്തുള്ളൂ. നിനക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ നീ 100K മേലുള്ള ആൾക്കാരെ നീ റിയാക്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ നീ ചങ്കൂറ്റുള്ളവനാണെങ്കിൽ, നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറ. നീ എന്തുകൊണ്ട് നിന്റെ അമ്മയും പെങ്ങളും നിന്റെ നാട്ടുകാരും ചേർന്ന് തല്ലി ഇറക്കിയ ആ വീഡിയോ നീ ഡോക്യുമെൻ്റ് ചെയ്തില്ല? ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ അത് മറുപടി താ. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.